വിദ്യാർത്ഥികളെ എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയർസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഷെയറിന്റെ മീനിങ് എന്നുള്ളത്, എത്ര ടൈപ്സ് ഓഫ് ഷെയർസ് ഉണ്ട്, അതിൽ പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, അതിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്, then അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവരും നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് നോക്കാം എന്താണ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The capital of every company is divided into small part or unit. അപ്പൊ എന്താണ് ക്യാപിറ്റലിനെ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറയണത്? നമ്മള് അല്ലെങ്കിൽ ചെറിയ പാർട്ടുകളോ അല്ലെങ്കിൽ യൂണിറ്റുകളോ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഷെയർ എന്ന് വിളിക്കുന്നത്. സോ സച്ച് പാർട്ട് ഓർ യൂണിറ്റ് ഈസ് കോൾഡ് ഷെയർ. അപ്പൊ എന്താടാ ക്യാപിറ്റലിനെ എന്ത് ചെയ്യാടാ, ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് എന്ത് ചെയ്തിരിക്കുക, തരം തിരിച്ചു വെച്ചിരിക്കുക. ആ ഓരോ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഷെയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദ വാല്യൂ ഓഫ് ഈച്ച് ഷെയർ ഈസ് നോൺ ആസ്, ഇനി ഓരോ ഷെയറിന്റെയും വാല്യൂവിനെ നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞ് വിളിക്കും. എന്താടാ, ഓരോ ഷെയറിന്റെ വാല്യൂസിനെ, ഓരോ ഷെയറിന്റെയും വാല്യൂവിനെ നമ്മൾ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. അപ്പൊ ഒരു ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റലിന്റെ ചെറിയ ചെറിയ സ്മോൾ പാർട്ടുകളെ നമ്മൾ ഷെയർ എന്ന് വിളിക്കും. ഇതിന് ആ ഷെയറിന്റെ വാല്യൂവിനെ എന്തെന്ന് വിളിക്കും, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു വിളിക്കും. ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ നമ്മുടെ 2 Clause 84 പ്രകാരം, ഏത് കമ്പനി ആക്ട് 2013 പ്രകാരം, ഈ ഒരു കമ്പനി ആക്ട് 2013 പ്രകാരം നമ്മൾ കമ്പനിയുടെ ഡെഫിനിഷൻ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ ഷെയറിനെ ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഷെയർ മീൻസ് എന്താണെന്ന് പറയുന്നത്, ഷെയർ മീൻസ് എ ഷെയർ. ഷെയർ മീൻസ് എന്താണ്, ഒരു ഷെയർ ആണ് ഇൻ ദി ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഷെയർ ആണ്. ദാറ്റ് മീൻസ് ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഷെയർ മീൻസ്, എന്താണ് ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. എന്താ, ഒരു കമ്പനിയുടെ, ഓഫ് എ കമ്പനി, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്, ഇതിൽ എന്തും കൂടി ഇൻക്ലൂഡ് ആടാ, നമ്മുടെ സ്റ്റോക്കുകളൊക്കെ ഇന്നുണ്ട് ഇൻക്ലൂഡ് ആണെന്ന് പറയണം. ആര് പറഞ്ഞതാ, നമ്മൾ ആരുമല്ല. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 2 Clause 84 പ്രകാരമാണ് പറയുന്നത്. എന്താ, ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോക്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? നോക്കാം, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാടാ, 5 ലക്ഷം, 5 lakh എന്ന് പറയുന്നുണ്ട്. ഇനി പറയാണ്, ഇതിനെ ഡിവൈഡ് ചെയ്തു, സ്മോൾ ആക്കി ഡിവൈഡ് ചെയ്തു, എന്താക്കി, 50,000 യൂണിറ്റുകളാക്കി. ഇതിനെ ഡിവൈഡ് ചെയ്ത് എത്ര ആക്കിയടാ, ഒരു 50,000 യൂണിറ്റുകളാക്കി. എന്നിട്ട് എത്ര രൂപ എന്നാ പറയണത്, ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ചിട്ടാന്നാ പറയണത്, 10 യൂണിറ്റ്. അപ്പൊ എത്രയായി, 50,000 × 10 എത്ര രൂപ കിട്ടിയടാ, 5 ലക്ഷം രൂപ കിട്ടി. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ മൊത്തം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ 5 ലക്ഷം. 5 ലക്ഷത്തിന് നമ്മൾ ഓരോ യൂണിറ്റുകളാക്കി. ഈ യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സാമ്പിളിൽ ഷെയറുകളുടെ എണ്ണം എത്രയാടാ, 50,000 ആണ്. ഇനി അതിന്റെ വാല്യൂ, വില, ഓരോ ഷെയറിന്റെയും വില 10 രൂപ എന്ന് പറയുന്നില്ലേ, ഈ 10 രൂപേനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഫേസ് വാല്യൂ. ഓരോ ഷെയറിന്റെ വിലയാണ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കറക്റ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, ഇനി ഈച്ച് യൂണിറ്റ് ഈസ് കോൾഡ് ഷെയർ. ഈ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൽ തന്നെ ഇതിലിപ്പോ 50,000 യൂണിറ്റ് ഉണ്ടല്ലോ, ഈ 50,000 ഓരോ യൂണിറ്റുകളെയും വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ഷെയർ എന്നാണ് വിളിക്കുന്നത്. ഇൻ ഷോർട്ട്, എ ഷെയർ ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ്. എന്താ, ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് എന്തിന്റെ, ഷെയർ ക്യാപിറ്റലിന്റെ. അപ്പൊ ചുരുക്കത്തിലുള്ള ഷെയർ ക്യാപിറ്റലിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ യൂണിറ്റുകളുടെ വിലയെ വിളിക്കുന്ന പേരാണ് ഫേസ് വാല്യൂ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഷെയറിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഷെയർ ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഇത് ഷെയർ റെപ്രസെന്റ് ചെയ്യണത് എന്താണ്, ഓണർഷിപ്പ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. എന്താണ്, ഈ ഷെയർ റെപ്രസെന്റ് ദി ഓണർഷിപ്പ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ പറഞ്ഞു, ഷെയർ വാങ്ങുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷെയർ ആണ് ഓരോ മെമ്പറിന്റെയും ഓണർഷിപ്പ്, നമ്മുടെ കമ്പനിയിലെ ഓണർഷിപ്പ് എന്ത് ചെയ്യണത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി എവരി ഷെയർ ഈസ് എ ഡിസ്റ്റിങ്ക്ട് നമ്പർ. നമ്മൾ ഷെയർസിന് ഒരു കൂട്ടം ഷെയർസ്, ഒരാൾ ഒരു ഷെയർ ആയിട്ടൊന്നല്ല വാങ്ങുക, ചിലപ്പോൾ ഒരു 100 ഷെയറോ അല്ലെങ്കിൽ ഒരു 1000 ഷെയറോ, അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് ഷെയർസുകൾ ഉണ്ടായിരിക്കും, നമുക്ക് ഉണ്ടാവുന്നതാണ് പറയുന്നത്. അതാണ് എവരി ഷെയർ ഈസ് എ ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് യൂണിക്കലി ഐഡന്റിഫൈഡ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്.
ഇനി എ ഷെയർ ഈസ് എ മൂവബിൾ ആണ്. ഷെയറിന് നമുക്ക് മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഷെയർ വേണം നിങ്ങൾക്ക് തരാം. ദാറ്റ് മീൻസ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. എന്റെ പേരിലുള്ള ഷെയർ നിങ്ങളുടെ പേരിലേക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റി തരാനായിട്ടുള്ള സാധിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഈച്ച് ഷെയർ ഈസ് എ മോണിറ്ററി വാല്യൂ. എന്താ, ഷെയറിന് വളരെ ഇമ്പോർട്ടന്റ് ആടാ. ഇതിന് നമ്മൾ ഫേസ് വാല്യൂ നമ്മൾ പഠിച്ചത്. ഈച്ച് ഷെയർ ഈസ് എ മോണിറ്ററി വാല്യൂ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇത് എക്സ്പ്രസ് ചെയ്യണത് എന്തിലായിരിക്കണം, ക്യാഷിലായിരിക്കണം. അതായത് മണി രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്രസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ. ഒന്ന് പറഞ്ഞ എന്തൊക്കെ പഠിച്ചു? എ ഷെയർ ഇസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ആണെന്ന് പഠിച്ചു. ഇനി ഇതിന്റെ ഓണർഷിപ്പ്, ആൾക്കാരുടെ ഓണർഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഷെയർ ആണ്. ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പേഴ്സുകൾ ഉണ്ട്. മൂവബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മോണിറ്ററി വാല്യൂ ഉണ്ട്. മണിയിലാണ് എന്ത് ചെയ്യണത്, എക്സ്പ്രസ് ചെയ്യണത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഫീച്ചേഴ്സുകൾ പക്കയായിട്ട് പഠിക്കണം. ക്ലിയർ, തിയറി നമുക്ക് ചോദിക്കാം. ഇനി ടൈപ്സ് ഓഫ് ഷെയർസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ഷെയർസ് കേട്ട് പരിചയമുണ്ടായിരിക്കും. നമുക്ക് വേഗം പറഞ്ഞു പോവാ. കമ്പനി മെയിൻ കുറെ ഷെയർസുകൾ ഉണ്ടടാ, പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട 2 ഷെയർസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയാ? പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരിക്കാം. ഏതൊക്കെയാടാ? പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും ഉണ്ട്. ഏതൊക്കെയാണ് പ്രിഫറൻസ് ഷെയർസ്? അതിപ്പോ നമ്മൾ ആദ്യം പഠിക്കും. ഇനി എന്തും കൂടി ഉണ്ട്, ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയറും കൂടി ഉണ്ട്. നമുക്ക് ആദ്യം പ്രിഫറൻസ് ഷെയറിനെ വരണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? ഓക്കെ, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പക്കയായിട്ട് വേഗം മനസ്സിലാവും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. ശ്രദ്ധിക്കുക. ദീസ് ഷെയർസ് എൻജോയ് സർട്ടൻ പ്രിഫറൻസ്. നിങ്ങൾ നോക്കിയാൽ പേരിൽ തന്നെ ഇല്ലടാ, പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ അവർ കുറച്ച് പ്രിഫറൻസ് എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. അതാ പറയുന്നത്, ദീസ് ഷെയർസ് എൻജോയ് സർട്ടൻ പ്രിഫറൻസ് ഓർ പ്രയോറിറ്റീസ്. അവർ കുറച്ച് പ്രിഫറൻസും പ്രയോറിറ്റീസും ഒക്കെ അവർ ഏൺ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ദി പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഫസ്റ്റ് പ്രിഫറൻസ് അവർ നേടിയെടുക്കുന്നത് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡിലാണ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡിന്റെ കേസിൽ നമ്മൾക്കറിയാം, കമ്പനി ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്തു, പ്രിഫറൻസ് ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കമ്പനിക്ക് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും ഡിവിഡൻഡ് ആർക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തോളണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തോളണം. അപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ പറയും 10% ഓഫ് ഡിവിഡൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ലാഭം ഉണ്ടോ നഷ്ടം ഉണ്ടോ എന്നുള്ളതൊന്നും അവർ പ്രശ്നമല്ല. കമ്പനിക്ക് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും ആ ഡിവിഡൻഡ് അവർ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനായിട്ട് മുന്നേ തന്നെ ഇവരുടെ സെറ്റിൽമെന്റ് ഒക്കെ എന്ത് ചെയ്യണോടാ, നടത്തിയിട്ടുണ്ടായിരിക്കണം. അതാണ് പ്രിഫറൻസ്. ഡിവിഡൻഡിൽ ഒരു പ്രിഫറൻസ് ഉണ്ട്. രണ്ടാമത്തെ സെക്കൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ വൈൻഡിങ് അപ്പ്. ഇനി കമ്പനി നിർത്തി പോവാന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ റീപേയ്മെന്റ്, അപ്പൊ ഫസ്റ്റ് റീപേയ്മെന്റ് ചെയ്യേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാട്ടി മുന്നേ റീപേയ്മെന്റ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പൊ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫിനാൻഷ്യൽ ഡീലിങ്സുകൾ മൊത്തം നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തീർത്തിട്ട് വേണം ആർക്ക് കൊടുക്കാൻ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ. അപ്പൊ 2 പ്രിഫറൻസ് ആണുള്ളത്, ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ്. ഫസ്റ്റ് പ്രിഫറൻസ് ബേസ്ഡ് വിത്ത് എന്താ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. രണ്ടാമത്തെ എന്താ, റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആണ് പറയുന്നത്. ഇനി ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10% എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്, അതിലൊരു ചേഞ്ചും ഇല്ല. ഇനി കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടായാലും ഇവർക്ക് 10% തന്നെ കൊടുത്താൽ മതി. എത്ര ലോസ് ഉണ്ടായാലും ഇവർക്ക് 10% തന്നെ എന്ത് ചെയ്യണം, കൊടുക്കും വേണം. അതാണ് പറയുന്നത്, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ആർക്ക് കൊടുക്കുന്നത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ബിഫോർ എന്താ, ഡിവിഡൻഡ് പെയ്ഡ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനായിട്ട് മുന്നേ തന്നെ എന്തുണ്ടായിരിക്കണം, കൊടുത്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഓൺ വൈൻഡിങ് അപ്പ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റീപെയ്ഡ് ബിഫോർ ഇക്വിറ്റി ക്യാപിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞു, വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനായിട്ട് മുന്നേ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഇവിടുത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഹോൾഡേഴ്സ് ഓഫ് റീപേയ്മെന്റ് ഷെയർസ് ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് മക്കളെ ശ്രദ്ധിച്ചു വെക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല, കമ്പനിയിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ദേ ഹാവ് നോ റൈറ്റ് ടു വോട്ട് ഇൻ ദി ഓർഗനൈസേഷൻ. ഹോൾഡേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പ്രിഫറൻസ് ഷെയർസ് മേ ബി ദ ഫോളോയിങ് ടൈപ്പ് ആണ്. പ്രിഫറൻസ് ഷെയർസ് എത്ര തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, the first one is cumulative preference share. മറക്കരുത്, എന്താടാ cumulative preference share. നോക്കാം എന്താണ് cumulative എന്നുള്ളത്. On the shares, dividend
unpaid in any year due to lack of profit or other reason are accumulated and paid in subsequent years. അപ്പൊ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കമ്പനിക്ക് ലോസ് ഉണ്ടായാലും പ്രോഫിറ്റ് ഉണ്ടായാലും ഒരു നിശ്ചിത ശതമാനം പെർസെൻറ്റേജ് ഡിവിഡൻഡ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ലോസ് ആയെന്ന് വിചാരിക്കാം. സോ ആ വർഷം കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഈ വർഷം ഞാൻ 10,000 രൂപ ഡിവിഡൻഡ് കൊടുക്കാനുണ്ടായിരുന്നു, കമ്പനിക്ക് ലോസ് ആയിരുന്നു, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അടുത്ത കൊല്ലം എന്താണ്, ഞാൻ പിന്നെയും 10,000 രൂപ എന്ത് ചെയ്യാൻ ഡിവിഡൻഡ് കൊടുക്കാനുണ്ടായിരുന്നു, അതും ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ കൊല്ലമായെന്ന് വിചാരിക്കാം. അപ്പൊ മൂന്നാമത്തെ കൊല്ലം പ്രോഫിറ്റ് വന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ കൊല്ലത്തെ 10,000വും മുന്നേ ഉണ്ടായിരുന്ന ഈ 10,000 എന്ത് ചെയ്യണോടാ, ആഡ് ചെയ്ത് മൊത്തം 30,000 രൂപ ഡിവിഡൻഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതാണ് എന്ത് പറയുന്നത്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലോസ് നമുക്ക് ക്യുമുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അത് റിക്കവർ ചെയ്തെടുക്കും. അതാണ് പറയുന്നത് ഓൺ ദീസ് ഷെയർസ് ഡിവിഡൻഡ് അൺപെയ്ഡ് ഇൻ എനി ഇയർ, പേ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം, ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോഫിറ്റ്, എന്ത് കാരണം കൊണ്ട്, പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട്, ഓർ അതർ റീസണുകളാവാം, ആർ അക്യുമുലേറ്റഡ് ആൻഡ് പെയ്ഡ് ഇൻ സബ്സിക്വന്റ് ഇയർ. അപ്പൊ അതെന്ത് ചെയ്യും, നമ്മൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത് പ്രോഫിറ്റ് ഉണ്ടാവുന്ന ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയല്ല, ക്യുമുലേറ്റീവ് ആ കിട്ടാനുള്ള ഡിവിഡൻഡ് ക്യുമുലേറ്റ് ചെയ്ത് പോകും. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. അപ്പൊ എന്തായിരിക്കും നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കില്ല, അങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കില്ല. ഓൺ ദീസ് ഷെയർസ് ഡിവിഡൻഡ് അൺപെയ്ഡ് ഇൻ എനി ഇയർ ആർ നോട്ട് അക്യുമുലേറ്റഡ് ഓൺ ക്യാരി ഫോർവേഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഷെയർ വാങ്ങാൻ പോകുമ്പോൾ അവിടെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണോ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം വാങ്ങാൻ നേരത്തെ. ഓക്കെ, ക്യുമുലേറ്റീവ് ആണെങ്കിൽ പൈസ കിട്ടിയില്ലെങ്കിലും വരും വർഷങ്ങളിൽ അത് കൂട്ടി നിങ്ങൾക്ക് കിട്ടും. നോൺ ക്യുമുലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തില്ല, ഈ വർഷം ലോസ് വന്ന് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടൂല, അത് വാഷ് ഔട്ട് ആയി പോകും. അതാണ് പറയുന്നത് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. അപ്പൊ 1, 2, മൂന്നാമത്തെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നുള്ളത് നോക്കാം. These shares provide the right to participate in surplus profit. അതെ, സർപ്ലസ് പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ദി പേയ്മെന്റ് ഓഫ് റീസണബിൾ ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടി. അപ്പൊ എനിക്ക് 10% പ്രിഫറൻസ് ഷെയർ വാങ്ങിയപ്പോൾ എനിക്ക് 10% കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും എന്ത് ചെയ്യണം, ആ പൈസ ഒക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെയും സർപ്ലസ് ആയിട്ട് പിന്നെയും പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് എന്ത് കിട്ടാം, ഒരു ഭാഗം കിട്ടുന്നതിനുള്ള റൈറ്റ് ഉണ്ടാവുന്ന ഷെയർസിനെ വിളിക്കുന്ന പേരാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്, ദി ഷെയർസ് പ്രൊവൈഡ് ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സർപ്ലസ് പ്രോഫിറ്റ്. എന്താണ്, സർപ്ലസ് പ്രോഫിറ്റിൽ പങ്കെടുക്കുന്നതിനുള്ള റൈറ്റ് കിട്ടുന്ന ഷെയർസിനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നുണ്ട് ലെഫ്റ്റ്, എന്താ, ആഫ്റ്റർ പേയിങ്, അതായത് നമ്മൾ ഇക്വിറ്റി ഷെയർസിനൊക്കെ കൊടുക്കാനായിട്ടുള്ള എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി പറയുന്നുണ്ട് ടു പാർട്ടിസിപ്പേറ്റ് മീൻസ് ടു റിസീവ് എ പാർട്ട് ഓഫ് ദി സർപ്ലസ് പ്രോഫിറ്റ്. എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം അവർ നേടിയെടുക്കുക എന്നാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 3 പഠിച്ചു, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ അതേ ഓപ്പോസിറ്റ് എന്തുണ്ടായിരിക്കില്ല, സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നും പൈസ കിട്ടൂല, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. അവരെന്താണോ ഡിവിഡൻഡ് പറഞ്ഞിട്ടുള്ളത് ആ ഡിവിഡൻഡ് മാത്രം കിട്ടുള്ളൂ. ദി ഷെയർസ് ഡു നോട്ട് ഹാവ് റൈറ്റ് ടു എനി സർപ്ലസ് ഡിവിഡൻഡ് ബിയോണ്ട് ദി ഫിക്സഡ്. നമ്മൾ ആ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൂടാതെ ഒരു എമൗണ്ട് പോലും, ഒരു ചെറിയ പൈസ പോലും നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർ ആണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. നെക്സ്റ്റ് നോക്കാം റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. ഓക്കെ, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നുള്ളത് നോക്കാം. ദി ഷെയർസ് ആർ റെഡീംഡ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയാണ് ഒരു 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഷെയർ മൊത്തം തന്നോളണം. ഓക്കെ, അങ്ങനെയുള്ള നമുക്ക് റെഡീം ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്ന പ്രിഫറൻസ് ഷെയർസിനെയാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മേ ഇഫ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഇഷ്യൂറൻസ്. അപ്പൊ ഇങ്ങനെ ഒരു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസുകളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞില്ലേ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഒക്കെ, അതിൽ കറക്റ്റ് ആയിട്ട് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ട് പറയണം ഇത്ര രൂപ വരെയാണ് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദേ മസ്റ്റ് ബി റെഡീംഡ്. എന്താ, ഒരു കാര്യം കൂടി ഉണ്ട്,
വിത്തിൻ 20 yearsനുള്ളിൽ എന്തുണ്ടായിരിക്കണം, ഈ ഷെയർ നമ്മൾ റിഡീം ചെയ്തിട്ടുണ്ടായിരിക്കണം. ദേ മസ്റ്റ് ബി റിഡീംഡ് വിത്തിൻ 20 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ സബ്ജക്ട് ടു പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻ. അപ്പൊ 20 വർഷത്തിനുള്ളിൽ എന്തായാലും ഈ ഒരു ഷെയർ അവർ റിഡീം ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള ക്ലോസ് കൂടി ഉണ്ട്. അപ്പൊ നോക്കിയാൽ എന്താ നമ്മൾ പറഞ്ഞത്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ റെഡീം ചെയ്യാൻ റൈറ്റ് ഉള്ള ഷെയർസുകളാണ്. 20 വർഷത്തിനുള്ളിൽ അത് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ അവരുടെ ലോയിലും ആർട്ടിക്കിളിലും അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാം കൺവേർട്ടബിൾ. എന്താ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്? കൺവേർട്ട് ചെയ്യാം ഒന്നുമില്ലടാ, ഇക്വിറ്റി നമ്മുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർ ഉണ്ടല്ലോ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയറിലേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെയുള്ള ഷെയർസിനെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയും. ശ്രദ്ധിക്കുക, ദി ഷെയർസ് കം വിത്ത് ദി റൈറ്റ് ടു കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് ഓർ ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ് ആസ് പെർ ദി ടേംസ് ഓഫ് ദി ഷെയർ ഇഷ്യൂ. അപ്പൊ അത് ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ പറയും, അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഷെയർസുകളെ കൺവേർട്ട് ചെയ്യുക. സോ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാറായിട്ടുള്ള ഷെയർസിനെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നു. ഇനി ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, CCP ഷെയർസ് എന്ന് പറയും. എന്താണ് ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ? ദീസ് ആർ കൺവേർട്ടബിൾ ഇൻടു ഇക്വിറ്റി ഷെയർസ് വിത്തിൻ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്തിൻ 3-5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ഷെയർസുകളെയാണ് cumulative convertible preference share എന്ന് പറയുന്നത്. These are convertible into equity share within 3 to 5 years. Shareholders are entitled to receive arrears of dividend if any even after conversion. ഇനി പറയുകയാണ് നമുക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഷെയർസിൽ നമുക്ക് എന്തെങ്കിലും അരിയേഴ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, shareholders are entitled to receive arrears of dividend if any even after conversion. നമുക്ക് അരിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കത് വാങ്ങാന്നാണ് പറയുന്നത്. shareholders are entitled to receive arrears of dividend if any even after conversion. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിയെടുക്കാം. അന്ന് കിട്ടാനുള്ളത് നമുക്ക് ആ ഒരു കൺവേർട്ട് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ആ അരിയേഴ്സ് കിട്ടാതിരിക്കില്ല, നമുക്കത് കിട്ടുന്നതാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ 3 വർഷം മുതൽ 5 വർഷത്തിനുള്ളിൽ കൺവേർട്ട് ചെയ്യണം. നെക്സ്റ്റ് നോക്കാം. നോട്ട് ഇൻ ഇന്ത്യ, ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ എന്തില്ലടാ, നോ കമ്പനി ക്യാൻ ഇഷ്യൂ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, എന്താണ് നമുക്ക് ഇനി ഒരു ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞൊരു ഷെയർസുകളുണ്ട്. എന്താ ഇറഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെഡീമബിൾ പഠിച്ചു, ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് വാങ്ങിയെടുക്കണം. അതായത് 20 വർഷത്തിനുള്ളിൽ ആ പ്രിഫറൻസ് ഷെയർ തിരിച്ചു വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇനി ഈ 20 വർഷം ഒരു സ്പെസിഫിക് പീരീഡിന്റെ ഉള്ളിൽ തിരിച്ചു വാങ്ങേണ്ടാത്ത പ്രിഫറൻസ് ഷെയർസുകളെ വിളിക്കുന്ന പേരാണ് ഇറഡീമബിൾ. നമുക്ക് റെഡീം ചെയ്യാൻ ഡേറ്റ് അവിടെ പറയുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ എന്തില്ലടാ, ഇങ്ങനെ ഇറഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഇല്ല. നിങ്ങൾ പ്രിഫറൻസ് ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ 20 വർഷത്തിനുള്ളിൽ എന്തുണ്ടായിരിക്കണോടാ, അത് തിരിച്ചു വാങ്ങിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. അടുത്തൊരു ടൈപ്പാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർസ്. അപ്പൊ നമ്മൾ പ്രിഫറൻസ് ഷെയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നോക്കാം എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത്. ഇക്വിറ്റി ഷെയർ ദോസ് ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ്, പ്രിഫറൻസ് ഷെയർ അല്ലാത്ത ഷെയർസുകളാണ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ്. They do not carry any preferential right. നമുക്ക് അവിടെ റൈറ്റും ഒരു പ്രിഫറൻസും പ്രയോറിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തില്ല, പ്രിഫറൻസോ പ്രയോറിറ്റിയോ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ they do not carry any preferential right. എന്തിലൊക്കെ, ഡിവിഡൻഡിൽ അവർക്ക് ഒരു റൈറ്റ് ഇല്ല. അതായത് ലാഭം ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കിട്ടും, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ആ ഒരു മൈൻഡാണ് എന്തെന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, അവർക്ക് തിരിച്ചത് ഇങ്ങോട്ട് കിട്ടുമോ, വൈൻഡിങ് അപ്പ് ഒക്കെ ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. ലോസിലേക്ക് നഷ്ടത്തിലാണ് പോകുന്നത്, നമ്മൾക്ക് എന്താവും, നഷ്ടമാണ് വരാൻ സാധ്യതയുള്ളത്. ഫോർ ദിസ് റീസൺ ദേ ആർ ഫോർമലി നോൺ ആസ് ഓർഡിനറി. അതുകൊണ്ട് തന്നെ ഇതിനെന്തെന്നും കൂടി വിളിക്കൂടാ, ഓർഡിനറി ഷെയർസ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഇക്വിറ്റി ഷെയർസ് ഈസ് ഓൾസോ നോൺ ആസ് ഓർഡിനറി ഷെയർസ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പ്രിഫറൻസോ പ്രയോറിറ്റി ഒന്നുമില്ല. എന്തിന്റെ കാര്യത്തിലൊക്കെ, ഡിവിഡന്റിന്റെ കാര്യത്തിലും ഇല്ല, റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റലും ഇല്ല. പക്ഷെ പ്രിഫറൻസിലാണെങ്കിൽ ഇതിന് രണ്ടിനും എന്തുണ്ടാ, പ്രയോറിറ്റി ഉണ്ട്. ഡിവിഡന്റ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഇസ് പെയ്ഡ് ഓൺലി ആഫ്റ്റർ ഫിക്സഡ് ഡിവിഡന്റ്. അതായത് നമ്മൾ പറഞ്ഞതാണ് ഇക്വിറ്റി ഷെയർസിന്റെ ഡിവിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. ദ റേറ്റ് ഓഫ് ഡിവിഡന്റ് ഓൺ ഇക്വിറ്റി ഷെയർസ്. അപ്പൊ നമുക്ക് എന്താ, ഇക്വിറ്റി ഷെയർസിന്റെ ഡിവിഡന്റ് അവിടെ നമ്മൾ പഠിച്ചു ഫിക്സഡ് ആണുള്ളത്. പക്ഷെ ഇവിടെ ഫിക്സഡ് ഒന്നല്ല, പ്രോഫിറ്റിനൊക്കെ അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഇത്ര നമുക്ക് ഡിവിഡന്റ് തരാന്നുള്ളത് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല. ഇനി ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ലാസ്റ്റ്. അപ്പോൾ വൈൻഡിങ് അപ്പ് നിർത്തി പോവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആണ് ഇവർക്ക് എന്ത് ചെയ്യണം, ഇത് റീപേ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഹൗവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ്. പക്ഷെ ഇവർക്കൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വോട്ടിംഗ് റൈറ്റ് ഉണ്ട് അവിടെ. ഇവരായിരിക്കും അവിടുത്തെ മെമ്പേഴ്സ് ആയിരിക്കും, ഒരു ഓണേഴ്സ് പോലെ ആയിരിക്കും. എല്ലാ മീറ്റിങ്ങുകളിലൊക്കെ അവർക്ക് വരാനും അവർക്ക് വോട്ട് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് അവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദി
ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിന്റെ മീനിങ് ഇതാണ്. ക്ലിയർ ആയല്ലോ? നോക്കാം. അടുത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ്. നമുക്ക് ഇക്വിറ്റി ഷെയർസിന്റെയും പ്രിഫറൻസ് ഷെയർസിന്റെ ഡിഫറൻസ് ഇടയ്ക്ക് ചിലപ്പോൾ എക്സാമുകൾക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നോക്കാം. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് എ ഓണർഷിപ്പ് സെക്യൂരിറ്റി. നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ഓണർ ആവാം. മറ്റേതെന്താ? ഹൈബ്രിഡ് ആണ് അല്ലെ? ഓണർ ആവാം. ചില ഷെയർസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചില പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ടൈപ്സ് പഠിച്ചു. അപ്പൊ അതിൽ ചിലതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓണർ ആവാം. പക്ഷെ കൂടുതലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓണർഷിപ്പ് ഒന്നും അവിടെ കിട്ടുക. കാരണം നമുക്ക് അവിടെ വോട്ടിംഗ് റൈറ്റ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. എ മിക്സ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഫിക്സഡ് റിട്ടേൺ ആണ് അവിടെ വരുന്നത്. ക്ലിയർ? ദെൻ ഡിവിഡൻഡ് റേറ്റ് ഈസ് നോട്ട് ഫിക്സഡ് അല്ലെ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് ആണോ? അല്ല, പ്രോഫിറ്റിന് അനുസരിച്ചിട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എന്താ? ദ ഡിവിഡൻഡ് റേറ്റ് ഈസ് ഫിക്സഡ് ആണ്. ഇനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ലാസ്റ്റ് ആഫ്റ്റർ പ്രിഫറൻസ് ഡിവിഡൻഡ്. നമ്മൾ പഠിച്ചു ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ലാസ്റ്റ് ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇവിടെ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻഡ്. ഡിവിഡൻഡ് പേ ചെയ്യുന്നത് നമ്മൾ ഇക്വിറ്റി ഡിവിഡൻഡിന് മുന്നെയാണ്. ഓക്കെ, ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻഡ് ആണ്. മറക്കരുത്. എന്താ പറഞ്ഞ? ഇക്വിറ്റി ഷെയർസിന്റെ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ലാസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താടാ? ഇക്വിറ്റിയുടെ ഡിവിഡൻഡ് കൊടുക്കുന്നതായിട്ട് മുന്നേ കൊടുത്തോളണം. ക്ലിയർ? ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ഓൺലി ഡ്യൂറിംഗ് ദി വൈൻഡിങ് അപ്പ്. ഇവിടെ ക്യാപിറ്റൽ നമ്മൾ എന്താ റീപേ ചെയ്യുന്നത്? വൈൻഡിങ് അപ്പ് ടൈമിലാണ് ഇക്വിറ്റി ഷെയറിൽ. പക്ഷെ പ്രിഫറൻസ് ഷെയറിൽ എന്താ? ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്. നമ്മൾ പറഞ്ഞ് 20 വർഷത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ 20 വർഷം ആകുമ്പോഴോ എന്ത് ചെയ്യണം? ഫുൾ എമൗണ്ട് റീപേ ചെയ്തോളണം. ദെൻ ദി ഷെയർസ് ഹാവ് എ വോട്ടിംഗ് റൈറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതെന്തിനില്ല? ദി ഷെയർസ് ജനറലി ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നോക്കാം. നോമിനൽ വാല്യൂ സ്ലോവർ. ഇതിന്റെ നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റിയുടെ എപ്പോഴും നോമിനൽ വാല്യൂ ചെറുതായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇതിന്റെ ഫേസ് വാല്യൂ ചെറുതായിരിക്കും ഉണ്ടാവുക. ദ നോമിനൽ വാല്യൂ ഈസ് ഹയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഹയർ നോമിനൽ വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്താ? ഇക്വിറ്റി ഷെയറിൽ എന്താണ്? ഓണർഷിപ്പ്. ഇക്വിറ്റി ഷെയറിൽ ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്. അവിടെ എന്താടാ? ഹൈബ്രിഡ് ആയിട്ടാണ്. ഓക്കെ. രണ്ടാമത്തെ എന്താ? ദ ഡിവിഡൻഡ് റേറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. ഇറ്റ് വാരീസ് എന്താ? വിത്ത് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് റേറ്റ് ഈസ് ഫിക്സഡ് ആണ്. പിന്നെന്താ? ദ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് അറ്റ് ലാസ്റ്റ് ആഫ്റ്റർ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു. ദ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻഡ് നമ്മൾ പഠിച്ചു. ഇക്വിറ്റി ഷെയറിൽ പിന്നെ എന്താ? ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ഓൺലി ഡ്യൂറിംഗ് ദി വൈൻഡിങ് അപ്പ്. മറ്റെന്താ? 20 വർഷത്തിന്റെ ഉള്ളിൽ. ദെൻ ഷെയർസ് ഹാവ് വോട്ടിംഗ് റൈറ്റ് ഇൻ ദി കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. മറ്റോടത്ത് വോട്ടിംഗ് റൈറ്റ് ഇല്ല. നോമിനൽ വാല്യൂ വളരെ കുറവാണ് ഇക്വിറ്റി ഷെയറിൽ. മറ്റോടത്ത് അതായത് പ്രിഫറൻസ് ഷെയറിൽ നോമിനൽ വാല്യൂസ് ഹയർ ആണ്. പക്ക ക്ലിയർ ആണല്ലോ? നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളോട് ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയാം. ഓക്കെ, നമ്മുടെ കോഴ്സിലേക്കൊക്കെ അവരെ ജോയിൻ ചെയ്യിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ ലേണിംഗ് സബിന്റെ സ്ട്രാറ്റജി ഒക്കെ മനസ്സിലാക്കി നമ്മളോട് ഒപ്പം നിൽക്കുക, കട്ടയ്ക്ക് പഠിക്കുക. നമ്മുടെ ഇനി പ്രോബ്ലം ക്ലാസ്സുകളൊക്കെ ബാക്ക് ടു ബാക്കിൽ വരുന്നുണ്ട്. നമുക്ക് അടിപൊളി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോകണം. അപ്പൊ എന്ത് നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊക്കെ നികത്തിക്കൊണ്ടായിരിക്കും അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കണം. എല്ലാവരും കട്ടയ്ക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി അടുത്ത ടൈപ്സ് ഓഫ് ഷെയർസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.